കുറിച്ച് പറയുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ നമ്പർ 1 കള്ളൻ പിണറായി വിജയനാണ്. അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. റിയാസുദ്ദീൻ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ കോൺഗ്രസും പിന്നെ CJPയുമായിട്ടാണ് ഏറ്റുമുട്ടൽ എന്ന്. ഞങ്ങൾ മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്ക് എതിരായിട്ടുള്ളതാണ്. നിങ്ങളുടെ NN കൃഷ്ണദാസ് പറഞ്ഞു പെട്ടിയല്ലാത്ത മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, വികസന മുരടിപ്പ് അടക്കമുള്ള ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾക്ക് മഞ്ഞപ്പെട്ടിയോ നീലപ്പെട്ടിയോ എന്തോ ആയിക്കോട്ടെ, കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ വളരെ പ്രാപ്തിയുള്ളവരാണ് കേരളത്തിന് പോലീസ്. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. അത് പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കോയിന്ന് മാഷും എന്ന് പറയുകയുണ്ടായി പെട്ടിയൊരു അടഞ്ഞ അധ്യായമല്ലെങ്കിലും മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന്. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. അങ്ങേ അത് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്ന ആരാണെന്നറിയാമല്ലോ, CJPയുടെ ഭാഗമായി നിൽക്കുന്ന ശശികുമാറാണ്. CJP എന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുദ്ദേശം എന്താണെന്ന് അറിയില്ല. കോൺഗ്രസ് ജനതാ പാർട്ടി എന്നൊരു പാർട്ടിയാണ് ഇവിടെ. അതിന് ആശാനെ പറ്റി അല്ലല്ലോ പറഞ്ഞു, പിന്നെ ആശാൻ എന്ത് ഇത്ര ദണ്ണം? കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും പറഞ്ഞത്. പറഞ്ഞത് ഞാനും കേട്ടതാ. ഇപ്പൊ മറുപടി പറയുന്നത് CJPക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഞാനിപ്പോ മറുപടി പറയുന്നത് കോൺഗ്രസ് ജനതാ പാർട്ടിക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് കോൺഗ്രസിൽ നോക്കൂ, പ്രാഥമികമായി ചർച്ച തുടങ്ങുന്നതിനും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാലക്കാട് DCCയിൽ നിന്ന് ഒപ്പിട്ട ഒരു കത്ത് അങ്ങ് മുകളിലേക്ക് പോയിട്ടുണ്ട്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ആ കത്തില് വളരെ കൃത്യമായി, മോള് പടക്കല്ല അവിടെ ഇരിക്ക്, ആ കത്തില് കൃത്യമായി പറയുന്നുണ്ട്. ആ കത്തില് ആ ജനാധിപത്യം എനിക്കറിയാം. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ DCC ഓഫീസിലെ ജനാധിപത്യം ഞങ്ങൾ കണ്ടു. എന്താ അലിയ മോളെ, തൃശ്ശൂർ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്. നടന്നു തന്നെ. ഒന്ന്, ഈ വ്യാജന വേണ്ട, ഈ വ്യാജന വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ഈ വ്യാജന വേണ്ട, ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പിട്ടത് ഒന്ന് VK ശ്രീകണ്ഠൻ MP ആണ്, ഒന്ന് VK ശ്രീകണ്ഠൻ MP ആണ്, ഒന്ന് തങ്കപ്പനാണ്, ഒന്ന് തങ്കപ്പനാണ്, ഒന്ന് തങ്കപ്പനാണ്. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. അങ്ങോട്ട് മാറി എന്ന് അറിയാം. മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിലും കിടക്കണം. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനില്ലാണ്ട് അപ്പുറത്തെ പാർട്ടിയിൽ ആളെ പിടിച്ച് സീറ്റ് കൊടുക്കേണ്ട ഗതികേടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജയിലിലായിരുന്നു, പ്രഖ്യാപനം വരുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുന്നിൽ വരെ ജയിലിലായിരുന്നു. എന്നിട്ട് ജാമ്യം കിട്ടിയപ്പോ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട ആളാണ് ഡോക്ടർ P. സരിൻ. ചേട്ടാ, സാമ്പാറിന് നല്ല രസം, ഇത്തിരി രസം കുഴിക്കും. അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞ ആശയങ്ങൾ മാറ്റി പറഞ്ഞ ഒരാളുടെ പേര് നിലപാടില്ലായ്മയാണ്, അവസരവാദമാണ്, അധികാരമോഹമാണ്. ആ അധികാരമോഹത്തെ മൂട് താങ്ങേണ്ട അവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനസ്സിലായോ? ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാടിന്റെ രാജകുമാരനാണല്ലോ. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് സാക്ഷാൽ അജിത് കുമാറും സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും പേരിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ്. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് നിലപാടാണ്? വ്യാജനാണെന്ന് സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും ഇരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ആ കള്ളനെ വേണ്ടെന്ന് ശ്രീകണ്ഠൻ പറഞ്ഞ്, മുരളീധരനും പറഞ്ഞത് ആ കള്ളനെ വേണ്ടെന്നാ. ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? ചർച്ച ചെയ്യപ്പെടുന്ന പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടി കൊണ്ടുവന്നത് ആരാ? ഫെനി. അതിന് പങ്കാളിയാണെന്നറിയില്ല. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ വീട്ടിൽ വെച്ച കാർഡ് ഉണ്ടാക്കിയത്. ശരി, നിയമം തെറ്റിച്ച് അകത്തായവരാണ് നിയമം പഠിപ്പിക്കുന്നത്. സോഫ്റ്റ്വെയർ കൊണ്ടുവന്ന കർണാടകയിലാണ്. അതിന്റെ പേരിൽ ഇത് പോലീസിന്റെ അനാസ്ഥയാണ്, അഴിമതിയാണ്, കഴിവുകേടാണ്. ഞാനല്ല പ്രതി, ഇവനാ. ഇനി ഇവര് പറയുന്ന പോലെ രാജ്യദ്രോഹോ, നീ ഈ പറയുന്ന മണി ലോണ്ടറിങ്ങോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പിടിച്ചോ. കേന്ദ്രം ഭരിക്കുന്നത് അമിത്ഷായുടെ പോലീസാ, കേരളം ഭരിക്കുന്നത് പിണറായി വിജയന്റെ പോലീസാ. ഈ ഡിപ്പാർട്ട്മെന്റ് ഗതികേടെന്ന് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പോലീസിലും ഈ രണ്ട് വകുപ്പിനും
നിങ്ങൾക്ക് അതാണ് ധൈര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ 170 കോടി കൊടുത്ത് റോബർട്ട് വാഡ്രയാണ്. ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാമെന്ന് അപ്പുണ്ണി മാഷ് വിചാരിക്കണ്ട. നിന്റെ വാക്കും കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്കൊരു പുണ്ണാക്കും അറിഞ്ഞൂടാ. ഇന്ത്യയുടെ ഭർത്താവ് 170 കോടി അല്ല, കൊടുത്താൽ അതല്ല ഇവിടെ ചോദിച്ചത്. നോക്കൂ, മോഡിയുടെ അല്ല, ഇഡി ഒന്നും ചെയ്യില്ല, ഒരു ചുക്കും പിന്നെ ചെയ്യില്ല ഇവരെ. വീണ അറിയാം. വിജയൻ, അത് റിയാസുദ്ദീനെ രാഹുലിനെതിരെ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. അല്ലേ താൻ അങ്ങനെ കഷ്ടപ്പെട്ട് സംശയിക്കൊന്നും വേണ്ട. രാഹുലിനെതിരെ നിങ്ങൾ ആരോപിക്കുന്ന വ്യാജ ഐഡന്റിറ്റി കാർഡ് വിവാദത്തിൽ കേസുണ്ടോ, FIR ഉണ്ടോ, പ്രതിയാണോ? FIR ഉണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. എങ്ങനെ FIR ഉണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. അല്ലല്ല, FIR ഉണ്ട്, അന്വേഷണം നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോൾ എന്താണ് അതിൽ? ഇമാതിരി വിവരക്കേട് എന്റെ അടുത്തെടുക്കരുത്. രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തെളിയിച്ചാൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഞങ്ങളെ അങ്ങോട്ട് അതെല്ലാം പൊതുപ്രവർത്തനം തെളിയിക്കും. പോകും. അതൊക്കെ റിയാസുദ്ദീൻ തെളിയിക്കും. ഇനി ഒരു കാര്യം ശരിയാക്കി തരാടോ, ശരിയാക്കി തരാം. ആളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റയും ഫുൾ ആയിട്ട് കണ്ടുപിടിക്കണം. പാലക്കാട്ടുകാരോട് പറയാ, എന്തെങ്കിലും അബദ്ധം സംഭവിച്ചവൻ ജയിലിലേക്കുള്ള വാഗ്ദാനോ, ഇപ്പൊ കള്ളനാ, ഇപ്പൊ വ്യാജന, അപ്പൊ അബദ്ധം പറ്റില്ല എന്ന് പാലക്കാട്ടുകാർക്ക് അറിയാം. പാലക്കാട്ടുകാർക്ക് അറിയാം. ഈ വ്യാജന ഇത്തരം പറഞ്ഞോ അടിച്ചിട്ട് മുഖത്ത് ഷേപ്പ് ഞാൻ മാറ്റൂ. ഈ കള്ളനെ, ഈ തട്ടിപ്പുകാരനെ, ഈ രാജ്യദ്രോഹിയെ പാലക്കാടിന് വേണ്ട എന്ന് ജനങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പോയ വിജയനെ പറ്റി പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? കള്ളനെ കുറിച്ച് പറയുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ നമ്പർ 1 കള്ളൻ പിണറായി വിജയനാണ്. രാഹുൽ മാങ്കൂട്ടത്തിലല്ല, പിണറായി വിജയനെ പോലെ ഒരു കള്ളൻ വയനാട്ടിലെ പ്രിയങ്ക ഈ രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. മാതൃഭൂമിയുടെ തന്നെ ഓൺലൈൻ ചാനലാണിത്. ഇതാ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജാമ്യം. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, വ്യാജ ID കാർഡിന്റെ ഈ ജാമ്യം കിട്ടിയതിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ? പറയുന്നകൾ അതായത് ഏങ്കർ നിഷ്പക്ഷമാവണം. ഇത് അയ്യോ, അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ച കേസിലെ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം. 1-ാം പ്രതി ഫെനി നൈനാൻ, 2-ാം പ്രതി ബിനിൽ, 3-ാം പ്രതി ബിനു, അതുപോലെ തന്നെ വിക്രം. കേസെടുത്തോ മതി മതി മതി, എടാ കിടന്നുരുളാതെ. കേസെടുത്തോ, FIR ഇട്ടോ. ഇതല്ലേ ചോദ്യം? കേസെടുത്തോ, FIR ഇട്ടോ. എന്നാൽ വരട്ടെ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള 4 പേർ, ഈ 4 പേരിൽ പ്രധാനപ്പെട്ട ആളുകൾ അടൂർ സ്വദേശിയാണ്. നീ എന്താ കിടന്ന് തുള്ളുന്നത്? അടൂർ സ്വദേശിയാണ്. വിജയുടെ പേരിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയുടെ പേരിൽ എല്ലാവരുടെ പേരിൽ വിട്ടു. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നൂരാം വരാം. അപ്പോഴും സോയയും അതുപോലെ തന്നെ സോയയുടെയും സഹപ്രവർത്തകരും ചോദിക്കുന്ന ചോദ്യമോടെ അവിടെ ബാക്കിയുണ്ട് റിയാസുദ്ദീനെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ പ്രതിയാണോ അല്ലയോ എന്ന ചോദ്യമാണ്. അതിൽ നിലവിൽ പ്രതിയല്ല എന്ന ആർജവത്തോടെ ഉത്തരമാണ് താങ്കൾ പറയേണ്ടത്. അപ്പൊ അതിനൊരു തീരുമാനമായി.